ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു നാരങ്ങ ഈന്തപ്പഴ അച്ചാർ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു ഇരുമ്പ് കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണയിലോട്ട് ആവശ്യത്തിനുള്ള കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് സോട്ട് ഔട്ട് ആകണം. അതിനുശേഷം ഈ നമ്മുടെ നല്ലെണ്ണ യൂസ് ചെയ്തേക്കുന്ന അച്ചാറിന് ടേസ്റ്റ് കൂടാനായിട്ടും അച്ചാർ പെട്ടെന്ന് കേടാകാതിരിക്കാനുമാണ്. എന്നിട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും മധുരത്തിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഈന്തപ്പഴവും കൂടി ഇതിലോട്ട് ചേർക്കുക. ഇതും നന്നായിട്ട് എണ്ണയിലിട്ട് മൊരിക്കണം. മൊരിഞ്ഞ ശേഷം നമുക്ക് ഇതിലോട്ട് പൊടികളായിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത് മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയാണ്. ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ ഈ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്ത ശേഷം ഇതും നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്ന് മൊരിയണം. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറണം. പൊടികളുടെ പച്ചമണം മാറി നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞ ശേഷം നമുക്കിനി ഇതിലോട്ട് വേറൊരു പൊടിയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇത്തിരി കറിവേപ്പിലയേ ഉള്ളൂ, അതുകൊണ്ട് അത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കറിവേപ്പില ചേർത്ത് കൊടുക്കാവോ, അതും ഫ്രഷ് ആണെങ്കിൽ അത്രയും നല്ലത്. ആ കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പം അതിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോഴാണ് നല്ല ഫ്ലേവർ അല്ലേ. അപ്പം അതും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ ഞാൻ നമ്മുടെ അച്ചാർ പൊടിയൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതിന് പകരം നമ്മുടെ അമ്മച്ചിമാർ, നമ്മുടെ മുത്തശ്ശിമാരും അവർക്ക് യൂസ് ചെയ്തേക്കുന്ന നമ്മളുടെ കടുകും ഉലുവയും കായൊക്കെ ഇല്ലേ വറുത്ത് പൊടിക്കില്ലേ, പണ്ടത്തെ കാലത്ത് അച്ചാർ പൊടി ഇല്ലാത്ത കാലത്ത് അത് കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ അവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇത് ചേർത്ത് കൊടുക്കുമ്പം ഈ നമ്മളെടുത്തേക്കുന്ന നാരങ്ങയുടെയും ഈന്തപ്പഴത്തിൻ്റെയും അളവിനനുസരിച്ചുള്ള ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കഴിക്കും. എന്നിട്ട് ഇതും കൂടി നന്നായിട്ട് ഇതിലോട്ടിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാൻ നാരങ്ങ ഇവിടെ പുഴുങ്ങിയിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന നാരങ്ങ കേട്ടോ, ആവി കയറ്റി അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റി പുഴുങ്ങി എന്നിട്ട് അത് തണുത്ത ശേഷം കട്ട് ചെയ്തേക്കുന്നതാണ്. ഇതും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ വിനെഗറും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തീ കുറച്ച് വെച്ച് മിക്സ് ചെയ്യുക. കാരണം ഓൾറെഡി നാരങ്ങ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് തീയിലിട്ട് വെക്കല്ല, വെന്ത് ഇതാവല്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാനായിട്ട് മറന്നു പോലെ കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഫൈനലി ഞാനിവിടെ കുറച്ചൊരു നല്ലെണ്ണയും കൂടി ഇതിന് മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതെല്ലാം നിങ്ങളുടെ സാഹചര്യം മുണക്ക് നിങ്ങൾ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ്.